ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിൽ നഴ്സറി സ്കൂൾ പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം. കണ്ണൂർ കോർപ്പറേഷനിലെ 20-ാം ഡിവിഷൻ ശിശുമന്ദിരം നഴ്സറി സ്കൂളാണ് അപകടാവസ്ഥയിലെന്നാണ് യുവജന സംഘടനകളുടെ ആക്ഷേപം. ജില്ലാ കളക്ടർക്ക് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇവർ. വിഷയം വാർഡ് മെമ്പറുടെയും മേയറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്ന് പരാതിക്കാർ പറയുന്നു. കഴിഞ്ഞ കൊല്ലവും കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചതെന്നും ഇവർ പറയുന്നു. കെട്ടിടത്തിന് പിന്നിലെ 4-5 ആൾ പൊക്കമുള്ള മതിലാണ് ഭീഷണി ഉയർത്തുന്നത്. ഈ മതിലിൻ്റെ ഒരു ഭാഗത്തുണ്ടായിരുന്ന മരം കടപുഴകി വീണതോടെ മതിൽ തകർച്ചാ ഭീഷണിയിലാണ്. ഈ മതിലിനോട് ചേർന്നാണ് കെട്ടിടത്തിലെ വേസ്റ്റ് ടാങ്കും സ്ഥിതി ചെയ്യുന്നത്. മതിൽ തകർന്നാൽ കെട്ടിടം അപകടത്തിൽപ്പെടുമെന്ന് ഉറപ്പാണ്. 15ഓളം പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. മേയർക്ക് മുന്നിൽ വിഷയം എത്തിച്ചപ്പോൾ പറ്റിയ കെട്ടിടം കാണിച്ചു തന്നാൽ അങ്ങോട്ട് മാറാമെന്ന നിരുത്തരവാദപരമായ മറുപടിയാണ് ലഭിച്ചതെന്ന് യുവജന സംഘടനാ പ്രവർത്തകനായ റഫി പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇവർ. ഈ കുറേ കുട്ടികൾ ശിശുമന്ദിരത്തിലേക്ക് പഠിക്കുന്നുണ്ട്. ആ കുട്ടികളിലും ഭയങ്കര ഭീഷണിയാണ്. കോർപ്പറേഷനിൽ നിന്ന് ഈ ബിൽഡിങ്ങിന് ഭീഷണിയായിട്ട് കോർപ്പറേഷനിൽ ആൾ വന്ന് നോക്കിയിട്ട് സംസാരിക്കാൻ പിടിക്കും. സ്കൂള് മാറാനും പറഞ്ഞിട്ടുണ്ട്, മാറിയിട്ടൊന്നുമില്ല. കുട്ടികൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പോരാതെ ഈ മതിലിൻ്റെ തൊട്ട് ചേർന്ന് കാണുന്ന വീട് എൻ്റെ വീടാണ്. കാരണം മതിൽ ഏത് സമയവും നിലം പൊത്തും. ആ സ്ഥിതിയിലാണ് ഈ കോൺക്രീറ്റ് മതിലുള്ളത്. കാരണം അനധികൃതമായിട്ട് ഉണ്ടാക്കിയ മതിലാണ് ഇത്. കാരണം നല്ല ചെരിവുണ്ട്. കാരണം ഇതിന് പെട്ടെന്നൊരു നടപടി കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് അധികാരികളും ഇതിൽ ചെയ്തു തരണമെന്ന്. ഗ്രാമിക ന്യൂസ്, ചക്കരക്കൽ.